ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബേക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്ത രുചികരമായൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ കേക്കിലേക്ക് ആവശ്യമായ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏത് തരം നട്ട്സും ഉപയോഗിക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സും വാൾനട്ട്സുമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക. ഇനി കേക്കിന് ആവശ്യമായ കൊക്കോ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കുക. ഇനി ബട്ടർ എല്ലാം നന്നായി മെൽറ്റായി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. അപ്പോൾ കൊക്കോ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് യോജിപ്പിച്ച് ചൂടാറാനായി മാറ്റിവെക്കും. ഈ സമയം കേക്കിലേക്ക് ആവശ്യമായ ബിസ്ക്കറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ബിസ്ക്കറ്റ് തീരെ പൊടിയാക്കി എടുക്കരുത്. ഞാനിവിടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് 220 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊക്കോ സിറപ്പ് കൂടി ചേർത്ത് ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ബട്ടർ പുരട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലേക്ക് ഇത് ചേർത്ത് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അതിനായി പാനിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുക. ഇനി 175 ഗ്രാം ചോക്ലേറ്റും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വരുന്നത് വരെ യോജിപ്പിച്ചെടുക്കുക. ഞാനിവിടെ സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിന് മുകളിലേക്ക് ചേർത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഓവർനൈറ്റ് വെച്ചാലും നല്ലത്. വളരെ എളുപ്പവും രുചികരവുമാണ്. അതേപോലെ എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കേണ്ട ഒന്ന് തന്നെയാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.